അപ്പോൾ ഞാനിന്ന് ഇവിടെ ഒരു വീഡിയോ ആയിട്ട് സത്യം പറഞ്ഞ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മളിങ്ങനെ ഈ കണ്ടിന്യൂസ് നമ്മൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ 12 hour ഷിഫ്റ്റ് ഒക്കെയാണ് കണ്ടിന്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആഫ്റ്റർ നമുക്ക് നോർമലി മിക്കപ്പോഴും നമുക്ക് ഈ നെക്ക് പെയിനും ബാക്ക് പെയിനും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ പരസ്പരം അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കും. പക്ഷെ എപ്പോഴും നമുക്ക് അത് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടല്ലോ രണ്ടുപേരും വർക്ക് ചെയ്യുന്നതാവുന്നതുകൊണ്ട്. അപ്പോൾ നമ്മളതിങ്ങനെ ഒരു സൊല്യൂഷൻ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു നെക്ക് മസാജർ വാങ്ങിച്ചാലോ എന്നിങ്ങനെ കുറേ നാളായിട്ട് ചിന്തിക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ബ്ലാക്ക് ഫ്രൈഡേയുടെ ഓഫേഴ്സ് നല്ലത് കുറേ ഞാനിങ്ങനെ കണ്ടു ആമസോണിൽ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു നെക്ക് മസാജർ വാങ്ങിച്ചിട്ടുണ്ട്. നെക്ക് ആൻഡ് ബാക്ക് ബോഡിയുടെ എല്ലാ പാർട്സും ചെയ്യാമെന്നാണ് നമുക്ക് ഇതിൽ പറയുന്നത്. സോ ദിസ് ഈസ് ദ വൺ. ഞാനിവിടെ അൺബോക്സ് ചെയ്ത് നോക്കാൻ പോവാണ്. എനിക്കറിയത്തില്ല ഇത് എത്രത്തോളം നല്ലതായിരിക്കുന്നത്. നമ്മൾ റിവ്യൂസ് നല്ലതും ചീത്തയും ഒക്കെ കണ്ടു. സോ ഇത് വർത്ത് ഓഫ് മണി ആണോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ ഞാനിതിന്റെ ഈ ബൈങ്ങിന്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കാം. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാമല്ലോ. പിന്നെ ഇത് ഞാൻ എന്തായാലും യൂസ് ചെയ്തിട്ട് റിവ്യൂ എന്തായാലും ഞാൻ പറയും. ഇപ്പൊ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുള്ളൂ. പക്ഷെ ഇത് വർത്താണോ എന്നുള്ള കാര്യം എന്തായാലും ഞാനൊരു വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ. എനിവേ ഇതാണ് പാക്കേജ് ഞാൻ എന്നാ ഓപ്പൺ ചെയ്യാനേ. സോ ഇതാണ് അകത്തുള്ള. സോ ബേസിക്കലി ഇതൊരു ഇലക്ട്രോണിക് മസാജർ ആണ്. സോ അതിന് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണക്ടറാണ് കേട്ടോ ഇത് ഇതിനകത്ത്. സോ ഇതാണ് മസാജർ. പാക്കേജിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര ഇതിനൊരു എന്താ പറയുക ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സെല്ലോ ടേപ്പ് വെച്ച് സാധാരണ നമ്മുടെ പാക്കേജിലൊക്കെ ഒരു ഒട്ടിക്കുന്നത് പോലെ പോലും ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു കവറാണെങ്കിലും നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഇത് നമ്മൾ എന്താ പറയുക ഹോസ്പിറ്റലിലൊക്കെ വേസ്റ്റ് ബിൻസ് ഒക്കെ ഓപ്പൺ ആയി പോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുന്ന പോലത്തെ ഒരു സീൽഡ് ലോക്കാണ് ഇത് വന്നേക്കുന്നത്. സോ മേ ബി ഇത് ചിലപ്പോൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്തതാണോ എന്ന് പോലും അറിയത്തില്ല. എനിവേ നമ്മളിതൊന്ന് എന്തായാലും ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. സോ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഓക്കെ, ഇതാണ് കേട്ടോ സംഭവം. ഓക്കെ, ഇത് നമുക്ക് അവർ പറയുന്ന അനുസരിച്ച് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ ഈ കൈ രണ്ടും ഇങ്ങനെ വെച്ച് ഇങ്ങനെ അപ്പൊ ഇത് ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബാക്ക് ആണെങ്കിൽ ബാക്ക്, ലോവോ ബാക്ക്, പിന്നെ നമ്മുടെ നെക്ക് ഒക്കെ ഇങ്ങനെ വെച്ച് ഇത് നമ്മൾ ഇതിന്റെ ഇവിടെ ഒരു പോർട്ട് ഉണ്ട്, ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു പോർട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ അഡാപ്റ്റർ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇതിന്റെ അകത്തുള്ള ഇത് മസാജ് ഇതിന്റെ ഒരു ബോൾസ് പോലെ എന്തോ ഉണ്ട്. സോ ഇതിന് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് ഓൺ ആകും. സോ നമുക്കൊരു ഗുഡ് മസാജ് കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷെ എത്രത്തോളം വർത്താണെന്ന് അറിഞ്ഞുകൂടാ. അതൊന്ന് യൂസ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. സോ നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് കണക്ട് ചെയ്ത് നോക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ അകത്തെ പോർട്സ് നമുക്കൊന്ന് നോക്കാം. ഈ കണക്ടർ എങ്ങനത്തെയാണെന്ന് നോക്കാം. ബേസിക്കലി നോർമൽ ഒരു യു പോർട്ട്. ഇത് നമ്മുടെ ഇതിനോട് ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഇത് വർക്ക് ആവുകയെന്ന്. ഓക്കെ, സോ ഇവിടെ ഇത് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നതാണോ? ഓക്കെ, ദാറ്റ്സ് ഗുഡ്. സോ ഇതാണ് ഈ ഒരു 2 പോർട്സ് ഉണ്ട്, ഒരു കണക്ടർ പോലത്തെ ഒരു സംഭവം, പിന്നെ നമ്മുടെ സ്വിച്ചിന്റെ അത് നമ്മൾ ഈ ഒരു കണക്ടർ പോലത്തെ ഒരു സംഭവം നമ്മൾ ഇതിനോട് അറ്റാച്ച് ചെയ്യും. പിന്നെ വരുന്ന ഈ ഒരു ഭാഗം ഓക്കെ. അപ്പൊ നമ്മളിത് ഓൾറെഡി ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, സ്വിച്ച് ബോർഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ, ഇത് ഞാൻ കാണിച്ചില്ലായിരുന്നു, ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ പവർ, പിന്നെ റിപ്പീറ്റ്, അങ്ങനെ സ്ട്രെയിറ്റ് ആൻഡ് വേവി,
അങ്ങനത്തെ കുറച്ച് സിമ്പിൾസ് ഇവിടെ കാണാം. സോ വിൽ സി. ഞാൻ ഈ പവർ ബട്ടൺ ഒന്ന് ഓൺ ആക്കാൻ പോവാണ്. ഓക്കെ, യു ക്യാൻ സീ ദിസ് റെഡ് ലൈറ്റ്സ് ആൻഡ് ഇറ്റ്സ് റൊട്ടേറ്റിംഗ്. നമ്മുടെ കൈ ഇങ്ങനെ ജസ്റ്റ് വെക്കുമ്പോൾ യു ക്യാൻ റിയലി ഫീൽ ഇറ്റ്. ദാറ്റ്സ് നൈസ്. ഞാൻ എന്റെ ബാക്കിലേക്കൊന്ന് വെച്ച് നോക്കാൻ പോവാണ്. It's too good. It's really good. So it really feels like somebody massaging your back. So first time ഒരു massager user എന്നുള്ള നിലയ്ക്ക് it's really good. So നമുക്ക് ഇതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാം, നമുക്ക് ബാക്കിലേക്ക് മാറ്റാം. സോ ഫസ്റ്റ് ടൈം ഒരു എക്സ്പീരിയൻസ് എന്നുള്ള നിലയ്ക്ക് ഇറ്റ്സ് റിയലി ഗുഡ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, പക്ഷെ ഇത് നല്ല സുഖമുണ്ട്. നമ്മുടെ ബാക്കില് ശരിക്കും ഒരു 2 കൈ കൊണ്ട് എങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള ആ ഒരു സെയിം ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. സോ ഞാൻ ഇതിന്റെ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാൻ പോവാണ്. സോ ഐ വിൽ ഗോ ഫോർ ദിസ് സ്ട്രെയിറ്റ് നൗ. So this is now straight. Okay. ഇത് ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രെയിറ്റ് വെക്കുമ്പോൾ നമ്മുടെ ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മുടെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഡൗൺ ആയി പോകുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി നമ്മൾ പൊസിഷൻ മാറ്റേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ഡൗൺ ഇങ്ങനെ മുകളിൽ നിന്ന് താഴേലേക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. ചിലപ്പോൾ അതാണോ ഈ ഫീച്ചർ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കിത് അങ്ങനെയാണ് തോന്നുന്നത്. ഇറ്റ്സ് ഓട്ടോമാറ്റിക്കലി കമ്മിങ് ഡൗൺ സ്ട്രെയിറ്റ് വേയില്, സ്ട്രെയിറ്റ് ആയിട്ട്. സോ വിൽ ജസ്റ്റ് ട്രൈ ദിസ് സിമ്പിൾ വേവി. So we'll try that. Oh nice. ഇത് വേവി വെക്കുമ്പോ നമ്മുടെ ഈ സൈഡിലോട്ട് വരുവാണ്. ഇത് ഓട്ടോമാറ്റിക്കലി, ഇത് ഞാൻ പുഷ് ചെയ്യുന്നതല്ല, ഇത് ഓട്ടോമാറ്റിക്കലി സൈഡ് ബേസിലേക്ക് പോവാണ്. സോ ഐ തിങ്ക് ദാറ്റ്സ് ദ 2 different options, but it's really good. So നമ്മളിവിടെ കുറച്ചു നേരം യൂസ് ചെയ്ത് നോക്കി. ഞാനും എൻ്റെ ഹസ്ബൻഡും മാറി യൂസ് ചെയ്ത് നോക്കി. സോ ഇപ്പം ഇറ്റ്സ് ടു ഏർലി ടു ഗീവ് എ റിവ്യൂ, ബട്ട് ഇറ്റ്സ് ഫോർ മീ ഐ ഡോണ്ട് റിയലി നീഡ് എ നല്ല ഷാർപ്പ് ഒരു മസാജ് വേണ്ടല്ല. എനിക്കൊരു ലൈറ്റ് മസാജ് മതി. പിന്നെ ഇതിന്റെ ബോൾസ് ഹാർഡറാണ്. സോ മൈ ഹസ്ബൻഡ് ഫീൽസ് ലൈക്ക് ഇറ്റ്സ് മേ ബി ഒരു സോഫ്റ്റ് ഇതായിരിക്കണം കുറച്ചുകൂടി എന്ന്. പക്ഷെ ഇപ്പൊ ഇതിന് കറക്റ്റ് ഒരു റിവ്യൂ പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇറ്റ്സ് ഫോർ മീ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ഫസ്റ്റ് റിവ്യൂ ഐ വിൽ ഗീവ് എ തംസ് അപ്പ് ഫോർ ദിസ് പ്രൊഡക്റ്റ്. എനിവേസ് ഇത് നമുക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. സോ അപ്പോൾ നമ്മൾ ഇതിന്റെ കൂടുതൽ എന്താ പറയാ നെഗറ്റീവ്സ് എന്താണ് പോസിറ്റീവ് എന്താണെന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പം ഇതുപോലെ നമ്മൾ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് ഒക്കെ കാണണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സോ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇനിയുള്ള വീഡിയോസ് ഒക്കെ അപ്പൊ നിങ്ങൾക്ക് കാണാം. സോ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.